മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. മാർച്ച് 23 വ്യാഴാഴ്ചത്തെ മാതൃഭൂമിയിൽ ഗംഭീരമായിട്ടുള്ളൊരു ആർട്ടിക്കിൾ ഉണ്ട്. പ്രപഞ്ച രഹസ്യങ്ങൾ സംബന്ധിച്ച് പൊതുദർശനവുമായി ഡോക്ടർ സി രാധാകൃഷ്ണൻ. സാധാരണ ഞാൻ മാതൃഭൂമി വായിക്കാറുള്ളത് ഈ പൊളിറ്റിക്കൽ കാര്യങ്ങളും മറ്റു കാര്യങ്ങൾ പറയാനാണ്. ഞാനിത് വേറൊരു രീതിയിൽ പറയാം. പ്രപഞ്ച രഹസ്യങ്ങൾ സംബന്ധിച്ച ഒരു പൊതുദർശനവുമായിട്ട് ശ്രീ രാധാകൃഷ്ണൻ. കൊച്ചി. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന രഹസ്യങ്ങൾ സംബന്ധിച്ച സാഹിത്യകാരനും ശാസ്ത്രകാരനുമായ ശ്രീ രാധാകൃഷ്ണന്റെ ദർശനങ്ങൾ ചർച്ചയാകുന്നു. ഭാരതീയ ദാർശനിക പാരമ്പര്യത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ശ്രീ രാധാകൃഷ്ണൻ തന്റെ കാഴ്ചപ്പാടുകൾ വിശദീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് പ്രീ സ്പേസ് ടൈം ജേണലിന്റെ ഡിസംബർ ലക്കത്തിൽ രാധാകൃഷ്ണൻ മകൻ KR ഗോപാലും ചേർന്ന് എഴുതിയ അവ്യക്ത ദ ഫാബ്രിക് ഓഫ് സ്പേസ് എന്ന ലേഖനം വിശദ പഠനം അർഹിക്കുന്നുവെന്ന് കേരള സയൻസ് ആൻഡ് ടെക്നോളജി സൊസൈറ്റി ഭാരവാഹികൾ പറഞ്ഞു. ദ്രവ്യം അടിസ്ഥാനമാക്കി പ്രപഞ്ചത്തെ വ്യാഖ്യാനിക്കുന്ന ഭൗതിക ശാസ്ത്ര തത്വത്തിൽ നിന്ന് മാറി സ്പേസ് അഥവാ ഇടം എന്ന സങ്കല്പത്തിലൂന്നിയാണ് ശ്രീ രാധാകൃഷ്ണൻ തന്റെ ദർശനം അവതരിപ്പിക്കുന്നത്. സ്ഥലം, കാലം, ദ്രവ്യം, ഊർജം തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് നിലവിലുള്ള സങ്കല്പങ്ങളെ ഇത് തിരുത്തുന്നു. അവ്യക്താദീനി ഭൂതാനി വ്യക്തമദ്യാനി ഭാരത അവ്യക്ത നിധനാന്യേവ തത്ര കാ പരിദേവന എന്ന ഗീതാശ്ലോകമാണ് ഈ ചിന്തയിലേക്ക് തന്നെ നയിച്ചതെന്ന് ശ്രീ രാധാകൃഷ്ണൻ വിവരിച്ചു. സകല ചരാചരങ്ങളും അവ്യക്തതയിൽ നിന്നുണ്ടായി ഇടക്കാലത്ത് മാത്രം വ്യക്തതയാർജിക്കുന്നു. മരണാനന്തരം അവ്യക്തം തന്നെ ആയിത്തീരുന്നു എന്നാണ് ശ്ലോകാർത്ഥം. പ്രപഞ്ച സൃഷ്ടിയിലും അക്ഷരം അഥവാ അവ്യക്തം എന്ന സങ്കല്പമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഈ അവ്യക്തത്വത്തിന്റെ പ്രത്യക്ഷമാണ് സ്ഥലം. സ്പേസിന്റെ വർത്തുള സ്പന്ദനമാണ് പദാർത്ഥ കണം. ചുഴികൾ വെള്ളത്തിൽ നീങ്ങുന്ന പോലെ പദാർത്ഥ കണങ്ങൾ അവ്യക്തത്തിലൂടെ സഞ്ചരിക്കുന്നു. സ്പന്ദനാവസ്ഥയിൽ നിന്ന് സ്വാസ്ഥ്യാവസ്ഥയെ പ്രാപിക്കാനുള്ള പദാർത്ഥ കണങ്ങളുടെ തത്രപ്പാടാണ് എല്ലാ ബലങ്ങൾക്കും ആധാരം. ബലത്തിന്റെ തോതനുസരിച്ച് ഗുരുത്വാകർഷണം മുതൽ മേലോട്ട് ആണവശക്തി വരെ പിറവിയെടുക്കുന്നു. ഘന, ദ്രവ, ബാഷ്പ രൂപത്തിലുള്ള ദ്രവ്യത്തിന്റെ സ്പന്ദനമാണ് ലോക സൃഷ്ടിയുടെ കരുക്കള്. ഒരു ജീവിതകാലത്തെ ഗവേഷണ ഫലമാണ് തന്റെ കണ്ടെത്തലെന്നും പ്രപഞ്ച രഹസ്യങ്ങളുമായി ബന്ധപ്പെട്ട സമസ്യകളുടെ ചുരുളഴിക്കാൻ ഇതിന് കഴിയുമെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു. കേരള സയൻസ് ആൻഡ് ടെക്നോളജി സൊസൈറ്റി ഭാരവാഹികളായ ഡോക്ടർ CP ഗിരിജാവല്ലഭൻ, ഡോക്ടർ VPN നമ്പൂതിരി, U പത്മനാഭൻ എന്നിവരും രാധാകൃഷ്ണനോടൊപ്പം പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇതില് നമുക്ക് എന്ത് മനസ്സിലായെങ്കിലും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം ഇമ്പോർട്ടൻ്റാണ്. പഴയ ചിന്താധാരകളിലെ ചിലതെല്ലാം വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾക്കോ സിദ്ധാന്തങ്ങൾക്കോ അല്ലെങ്കിൽ വലിയ വലിയ ആവശ്യത്തിലേക്കുള്ള വഴി തുറക്കുന്ന പ്രക്രിയയിലേക്കൊക്കെ നയിക്കുന്നു. ശ്രീ രാധാകൃഷ്ണൻജിയുടെ ഈ ഒരു വിവരണം അത്യത്ഭുതകരമായ സന്തോഷത്തോടു കൂടിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. വിമർശിക്കണം എന്നുള്ളവർക്ക് വിമർശിക്കാം, തമസ്കരിക്കണം എന്നുള്ളവർക്ക് തമസ്കരിക്കാം, എതിർക്കണം എന്നുള്ളവർക്ക് എതിർക്കാം. പക്ഷെ നിലനിൽക്കേണ്ടത് നിലനിൽക്കും, അല്ലാത്തതൊക്കെ കാലചക്രത്തിന്റെ കുത്തിയൊലിക്കല് ഇല്ലാതെയാകുമെന്ന് കൂടി ഓർമ്മിക്കുക. ധന്യമായ ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. പ്രണാമം, നമസ്കാരം.